സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതിക്ക് തടയിടാൻ ഓംബുഡ്സ്മാൻ ഉണ്ടെങ്കിലും കേസുകളുടെ എണ്ണത്തിൽ തെല്ലും കുറവില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓംബുഡ്സ്മാന്റെ പരിഗണനയിലേക്ക് വന്ന ഒരു പരാതി പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വിചിത്രം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ജസ്റ്റിസ് പി ഡി രാജൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത്. കനത്ത ശമ്പളം, അതാകട്ടെ ലക്ഷത്തിന് മുകളിൽ. വാഹനം, ഇന്ധനത്തുകയടക്കം മറ്റാനുകൂല്യങ്ങൾ വേറെയും. എന്നാൽ ചുമതലയേറ്റ ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു കേസ് പോലും തീർപ്പാക്കപ്പെട്ടിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആകെ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത് 1657 കേസുകൾ. കേസുകളുടെ എണ്ണത്തിൽ തിരുവനന്തപുരം ജില്ലയാണ് മുന്നിൽ, 488. പിന്നിൽ വയനാടുമാണ്. സെക്രട്ടറി അടക്കം 18 പേരാണ് തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. സ്ഥിരം ജീവനക്കാരും 6ലധികം കരാർ ജീവനക്കാർക്കുമടക്കം വർഷം 1 കോടിക്ക് മുകളിലാണ് ഖജനാവിൽ നിന്ന് സർക്കാർ ഇതിനായി ചെലവഴിക്കുന്നത്. 1657ഓളം പരാതികൾ കെട്ടിക്കിടക്കുന്നതായി ഓംബുഡ്സ്മാൻ തന്നെ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലും 2ാം സ്ഥാനത്ത് എറണാകുളം ജില്ലയിലുമാണ്. ഓൺലൈൻ മുഖേന മുൻപ് പരാതികൾ പരിഹരിച്ചെടുത്ത് ഇത്തവണ ഒരു കേസ് പോലും തീർപ്പാക്കിയിട്ടില്ലെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. അതേസമയം കേസുകളുടെ എണ്ണത്തിലെ വർധനവ് ജനങ്ങൾ നേരിട്ടിടപഴകുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താക്കുമെന്നാണ് ഉയരുന്ന ആശങ്ക. കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.